ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കത് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കാം. നിങ്ങളത് ജസ്റ്റ് വിട്ടേക്കുക. കാർഡുകൾ എടുക്കുന്ന ടൈമിൽ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അറിയണമെന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്? ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ക്യൂർ ഓഫ് വാൻഡ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു മജീഷ്യൻ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഇടയിൽ നല്ല ഒരു ഡീപ്പ് കണക്ഷൻ കാണുന്നുണ്ട്. മേ ബി ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷനിലാണ് അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലാണ് എങ്കിൽ പോലും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇത് എന്ന് ഈ ഒരു സമയത്ത് അവർ മനസ്സിലാക്കുന്നുണ്ട്. അത് നിങ്ങളോട് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങൾ എല്ലാം ഒരു റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരണമെന്ന് ഈ ഒരു സമയത്ത് അവർ ആഗ്രഹിക്കുന്നു. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളും നിങ്ങളെ അറിയിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. പിന്നീട് നമുക്കിവിടെ വന്നിരിക്കുന്നത് 3 ഓഫ് വാൻഡ്സ് എന്ന് പറയുന്ന ഒരു കാർഡാണ്. അപ്പൊ ഈ ഒരു കാർഡ് നോക്കുമ്പോൾ ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നുണ്ടെന്നും അതുപോലെ ഡിപ്രഷനിലാണെന്നും ഇവർ മനസ്സിലാക്കുന്നു. അതിനൊരു പരിധിവരെ താനാണ് കാരണക്കാരൻ എന്ന് ഈ വ്യക്തി ചിന്തിക്കുകയും അതുകൊണ്ട് തന്നെ വിഷമിച്ചിരിക്കാതെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാൻ ഈ വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു കരിയറിലും പേഴ്സണൽ ഗ്രോത്തിലും ഒക്കെ ഈ ഒരു സമയത്ത് ശ്രദ്ധിച്ച് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകാൻ നിങ്ങളോട് പറയാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു കാര്യവും നിങ്ങളോട് പറയാനായിട്ട് ഇവർ ആഗ്രഹിക്കുകയാണ്. പിന്നെ നമുക്ക് വരുന്ന ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഉള്ള എല്ലാ പ്രശ്നങ്ങളും ഇവർക്ക് പരിഹരിക്കാൻ കഴിയുമെന്നും അതിനാൽ നിങ്ങൾ അതിനെ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട എന്നും എല്ലാം അവർ ശരിയാക്കും. അതിനുവേണ്ടി ഒരു ന്യൂ സ്റ്റാർട്ട് ഉറപ്പായിട്ടും അവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്ലാനുകളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂടെ തന്നെ ഒരു ഫാമിലി ലൈഫ് അവർ സെലിബ്രേറ്റ് ചെയ്യും. എല്ലാ പ്രശ്നങ്ങളും അവർ സോൾവ് ചെയ്യും എന്ന് നിങ്ങളെ അറിയിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു വ്യക്തിക്ക് ഇത്രയും നാളും വളരെ ഒരു പേടിയുള്ള വ്യക്തിയായിരുന്നു. നമുക്കിവിടെ സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു കാർഡ് കിട്ടിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊരു ഇന്നർ സ്ട്രെങ്ത് അവർക്ക് ലഭിക്കുന്നതായിട്ട് ഈ ഒരു സമയത്ത് അവർക്ക് ഒരു ഇന്നർ പവർ കിട്ടിയിരിക്കുന്നു എന്ന കാര്യം അവർ ഈ ഒരു സമയത്ത് നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വല്ലാത്തൊരു ധൈര്യം തോന്നുന്നു എന്നൊക്കെ നിങ്ങളോട് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നതാണ്. പിന്നെ ക്യൂൻ ഓഫ് കപ്സ് വരുമ്പോൾ അവർ നിങ്ങളോടുള്ള ആ ഒരു ഡീപ്പായിട്ടുള്ള സ്നേഹം അല്ലെങ്കിൽ സത്യസന്ധമായ സ്നേഹം, അവരുടെ ഒരു ഇമോഷൻസ് എല്ലാം തുറന്നു പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ അടുത്ത് അതൊക്കെ ഷെയർ ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് തന്നെയാണ് നിങ്ങളോട് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത്. ഒരു ഡെത്ത് കാർഡ് വരുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു പുതിയ തുടക്കം ഉണ്ടാകുക എന്നാണ് പറയുന്നത്. ഒരു റീബർത്ത്, റീസ്റ്റാർട്ട് ഒക്കെ ഉണ്ടാകുന്നു. എല്ലാം മറക്കണം എന്ന് ഈ ഒരു സമയത്ത് അവർ പറയുകയാണ്. അത് എല്ലാം മറന്നിട്ട് ഒരു പുതിയ തുടക്കം ഉണ്ടാകണം നമ്മുടെ റിലേഷൻഷിപ്പിന് എന്ന് നിങ്ങളോട് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. പിന്നീട് വരുന്നത് ഫൂൾ കാർഡാണ്. അപ്പോൾ ദ ഫൂൾ എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഒരു പുതിയ തുടക്കം ഉണ്ടാകാനും വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ
എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാണ്. ഇനി ഒന്നും നോക്കുന്നില്ല, മുന്നോട്ടേക്കും ചിന്തിക്കുന്നേ ഇല്ല, ചാടി പുറപ്പെടുകയാണ് അവർ. അതിന് വേണ്ടിയിട്ട് എന്ത് റിസ്ക് എടുക്കാനും അവർ തയ്യാറാണ് എന്നുള്ള കാര്യവും നിങ്ങൾ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. 4 ഓഫ് പെൻറ്റിക്കിൾസ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫാമിലി അല്ലെങ്കിൽ നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പിടിച്ചു നിൽപ്പിനും മുന്നോട്ട് പോകേണ്ടതിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തികപരമായ പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്നുണ്ട് ഈ വ്യക്തി. അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി അവർ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സെറ്റാക്കിയിട്ടുണ്ട് എന്ന് ഈ കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിൽ കുറേ പ്ലാനുകളും കാര്യങ്ങളും ഉള്ള, അല്ലെങ്കിൽ സാമ്പത്തികപരമായ എല്ലാ കാര്യങ്ങളും അവർ സെറ്റാക്കിയിട്ടുണ്ട് എന്ന കാര്യവും നിങ്ങളെ അറിയിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. ഫ്യൂച്ചറിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം, അതുപോലെ തന്നെ കരിയറിലൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരണം, കെയർഫുള്ളായിട്ട് ഈ ഒരു ഫാമിലിയെ മാനേജ് ചെയ്തുകൊണ്ട് പോകണം. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാം അവർക്ക് ഒരു പ്ലാൻ അവരുടെ മനസ്സിലുണ്ട്, അല്ലെങ്കിൽ ഡിസിഷൻസ് അവരെടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു കാര്യങ്ങളുമൊക്കെ നിങ്ങളുമൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് അവരാഗ്രഹിക്കുന്നു. പിന്നെ നിങ്ങൾ വല്ലാത്തൊരു ഭാരം ചുമക്കുന്നതായിട്ട് അവർക്ക്, അല്ലെങ്കിൽ വളരെയധികം വിഷമിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട്, ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക് വരുന്നില്ലല്ലോ, പല പ്രശ്നങ്ങളും ഉണ്ടല്ലോ എന്നൊക്കെ ഓർത്ത് നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നതായിട്ട് ഈ വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് ഈ ഒരു ഭാരങ്ങളെല്ലാം, നിങ്ങളുടെ ഈ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ടെൻഷൻസും എല്ലാം അവർ ഏറ്റെടുക്കാൻ തയ്യാറാണ്. നിങ്ങളുടെ ഈ വിഷമങ്ങളെല്ലാം അവർ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും, അതുപോലെ എന്ത് ഒരു ഹെൽപ്പ്, സഹായം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിലും അത് അവരെ അറിയിക്കണമെന്നും ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമുക്ക് കിട്ടുന്ന ഒരു ഡയറക്റ്റ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് എന്ന് പറയുന്നതാണ്. നിങ്ങൾ കെയർ ചെയ്യുക, സംരക്ഷിക്കുക എന്നുള്ളതാണ് അവർ വീണ്ടും വീണ്ടും നിങ്ങളെടുത്ത് പറയുന്നത്. നിങ്ങളെ നഷ്ടപ്പെടുത്താതിരിക്കുക, വിഷമിക്കാതിരിക്കുക, ഇതൊക്കെ തന്നെയാണ് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് ജസ്റ്റ് കുറച്ച് സോൾ മെസ്സേജസ് ഒന്ന് എടുത്ത് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഡയറക്റ്റ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണ് എന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് അവർ പറഞ്ഞ ഐ മിസ് യുവർ പ്രസൻസ്. ഈ ഒരു സമയത്ത് അവർ നിങ്ങളുടെ ഒരു പ്രസൻസ് അവർക്ക് മിസ്സാകുന്നു, അവർക്ക് നിങ്ങളെ കാണാനായിട്ട് ആഗ്രഹം തോന്നുന്നു എന്നുള്ളതാണ്. ഐ എം ട്രൈങ് ടു ഇംപ്രൂവ് മൈ സെൽഫ്. യെസ്, അപ്പോൾ ഇവിടെ തന്നെ നമുക്കത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അവർ ഒത്തിരി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അവർ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട്, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ, ഫ്യൂച്ചറിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചും, നിങ്ങളുടെ കരിയറിൻ്റെ സ്റ്റെബിലിറ്റി, അവരുടെ കരിയറിൻ്റെ സ്റ്റെബിലിറ്റി, അതുപോലെ ഇനി ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്താൽ അത് മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇതിനെക്കുറിച്ചെല്ലാം അവർ ഇമ്പ്രൂവ് ചെയ്യുന്നു മൈസെൽഫ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. യു മേക്ക് മീ ഹോപ്പ്ഫുൾ. നിങ്ങളാണ് അവരെ ഒരു പ്രതീക്ഷയുള്ള ആളാക്കി മാറ്റിയത് എന്നാണ് പറയുന്നത്. യു ആർ മൈ പെർഫെക്റ്റ് പാർട്ട്ണർ. നിങ്ങളാണ് എൻ്റെ ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ എന്ന ഈ ഒരു സമയത്ത് അവർ നിങ്ങളോട് പറയുന്നു. ഐ എം നോട്ട് ദ ബെസ്റ്റ് ബട്ട് ഐ വിൽ ലവ് യു വിത്ത് ഓൾ മൈ ഹാർട്ട്. ഞാൻ ഒരു ബെസ്റ്റ്, ഏറ്റവും നല്ലൊരു വ്യക്തിയല്ല, പക്ഷെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എൻ്റെ മുഴുവൻ ഹൃദയത്തോടു കൂടി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് വ്യക്തി പറയുകയാണ്. മൈ ലൈഫ് ഈസ് വർത്ത്ലെസ് വിത്തൗട്ട് യു. നീ ഇല്ല എങ്കിൽ എൻ്റെ ജീവിതം ഒന്നിനും കൊള്ളാത്ത വെറും വേസ്റ്റാണ് എന്ന, ഒരു വിലയുമില്ലാത്തതാണ് എന്ന വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ജൂൺ മന്ത് ആണ്, ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ മെയ് മന്ത് നമുക്കൊരു പോസിബിലിറ്റി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 1982 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. ലെറ്റർ എക്സ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ ജെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലെറ്റർ വൈ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ജാനുവരി മന്ത് വീണ്ടും ഒരു പോസിബിലിറ്റിയാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. ഗാർഡനിങ്, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഗാർഡനിങ് ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കും എന്ന് വിചാരിക്കുന്നു. ടെക് പരമായ ജോലികളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുന്നു. പിന്നീട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ടുഡേ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഡ്രൈവർ, നിങ്ങളുടെ പേഴ്സണൽ ഡ്രൈവർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഡ്രൈവിംഗ് മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. 1988 എന്ന് പറയുന്ന വർഷം കിട്ടിയിട്ടുണ്ട്. 23 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ എച്ച് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ റോസ് കളർ, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ റോസ് കളർ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളാണെന്ന് വിചാരിക്കുകയാണ്.
ബ്രൗൺ കളർ, നമുക്കിവിടെ ബ്രൗൺ കളർ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള കളറായിരിക്കാം എന്ന് വിചാരിക്കുന്നു. ജൂലൈ മന്ത് വീണ്ടും ഒരു പോസിബിലിറ്റിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. അല്ല എന്നുണ്ടെങ്കിൽ ഈ പാലക്കാട് ജില്ലയുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ നമുക്ക് കിട്ടിയിട്ടുള്ളത് ടുമോറോ. യെസ്, നാളെ നമുക്കൊരു പോസിബിലിറ്റിയാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു റീഡിങ്ങും അതുപോലെ തന്നെ ക്ലൂസും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.